സ്വപ്നം കണ്ട ജീവിതം കൈപ്പിടിയിൽ ഒതുക്കാൻ, അത്യാഗ്രഹിച്ചതുപോലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സ്വന്തം കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം വധിച്ചു. 14 വർഷം ഈ കൊലപാതകത്തിലൊന്നും ഒരാൾക്കും സംശയം തോന്നിയില്ല. ഒടുവിൽ കേരള പോലീസിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 6 കുഴിമാടങ്ങളിലെ അസ്ഥികൾ മാന്തിയെടുത്ത് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. 14 വർഷങ്ങൾക്ക് ശേഷം എത്രയൊക്കെ രഹസ്യങ്ങൾ എവിടെയൊക്കെ മൂടിവെച്ചാലും ഒരു നാൾ അതെല്ലാം സ്വയം മറന്നേക്ക് പുറത്തു വരുമെന്നത് സത്യമാണ്. 2019 വടക്കൻ കേരളത്തിലെ കോഴിക്കോടിലെ കൂടത്തായി ഉണരുന്നത് ഈ കൊലപാതകങ്ങളുടെ കഥ കേട്ടുകൊണ്ടാണ്. ഈ കൊലപാതക കഥയിലെ സീരിയൽ കില്ലറിന്റെ പേരാണ് ജോളി അഥവാ ജോളിയമ്മ. ജോളിയമ്മയുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, ചോരയെ കട്ടപിടിപ്പിക്കുന്ന, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ കൊലപാതകങ്ങളുടെ പരമ്പരയാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്വാഗതം ചരിത്ര പുസ്തകത്താളിലേക്ക്. And the murky Kerala cyanide murder cases have created ripples in the state. Many find it hard to believe that a woman known to be family-oriented, well-respected and liked could be a cold-blooded killer. కేరళలోని కోజికోడ్లో సైనైడ్ ఉపయోగించి 6 ప్రాణాలు తీసిన కేసులో నిందితురాలు జాలి జోసెఫ్ ఆత్మహత్యకు ప్రయత్నించింది. జాలి തന്നു ജോളിയെ പരിപൂർണമായി തള്ളി ഷാജു. സിലിയുടെ മരണത്തിന് മുമ്പും ജോളി തന്നോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സിലിയെ കൊല്ലാൻ ഭർത്താവ് ഷാജു സഹായിച്ചു എന്ന് കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ മുഖ്യമന്ത്രി ജോളി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ജോളിയെ ഷാജുവിന്റെ കുടുംബത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പൊന്നാമറ്റം വീട്ടിൽ ജോളിയെയും കൂട്ടുപ്രതിയെയും എത്തിച്ചുള്ള തെളിവെടുപ്പ് അതാണിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളിലേക്ക് മനു നമ്മളോട് കുറിച്ചിരുന്നു. ഏറെ കോളിളക്കമുണ്ടാക്കിയ കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ ജോളിക്കെതിരെ മകന്റെ മൊഴി. വടകര എസ് പിക്ക് താൻ നൽകിയ പരാതി ഇത്രയും വ്യാപ്തിയുള്ള സംഭവ വികാസങ്ങളിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് റോയ് തോമസ് വധക്കേസിൽ പ്രധാന പ്രതി ജോളി ജോസഫ് ഉൾപ്പെടെ 4 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. നിസ്സംഗഭാവത്തിലാണ് ജോളി കുറ്റപത്രം കേട്ടത്. കട്ടപ്പനയിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജോളി ജനിക്കുന്നത്. ജോസഫ് ത്രേസ്യമ്മ ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ജനനം. എന്നാൽ ഒരു കർഷക കുടുംബത്തിലെ സാധാരണ അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ജോളിയുടെ സ്വപ്നങ്ങൾ. വല്ലാത്ത പ്രകടനപരത യൗവനം തൊട്ട് തന്നെ ജോളിയോടൊപ്പം വളർന്നു തുടങ്ങി. ഹൈറേഞ്ചിലെ ഒതുങ്ങിക്കൂടിയ ജീവിതം പണ്ട് തൊട്ടേ ജോളിക്കത്ര തൃപ്തി നൽകിയിരുന്നില്ല. അവളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ആ ഹൈറേഞ്ചിനൊപ്പമോ അതിലധികമോ വളർന്നു പന്തലിച്ചു. അങ്ങനെയാണ് ജോളി അകന്ന ബന്ധത്തിലുള്ള പ്രതാപികളായ പൊന്നാമറ്റം തറവാടുമായി ബന്ധം സ്ഥാപിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിലായിരുന്നു പൊന്നാമറ്റം തറവാട്. ടോം തോമസ്, അന്നമ്മ തോമസ് ദമ്പതികളും 3 മക്കളുമാണ് പൊന്നാമറ്റം തറവാട്ടിലെ അന്തേവാസികൾ. റോയ് തോമസ്, റോജോ തോമസ്, ഇളയമകൾ റഞ്ജി വിൽസൺ. ടോം തോമസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. അന്നമ്മയാകട്ടെ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോവുകയും സമൂഹത്തിൽ സൽപ്പേരും ബഹുമാനവും ആവോളം സമ്പാദിക്കാനും കഴിഞ്ഞ ഒരു സന്തുഷ്ട കുടുംബം. അന്നമ്മയുടെ സഹോദരൻ മഞ്ചാടി മാത്യുവിന്റെ ഗ്രഹപ്രവേശ ദിവസമാണ് ആദ്യമായി ജോളി പൊന്നാമറ്റം തറവാടുമായി ബന്ധപ്പെടുന്നത്. മഞ്ചാടി മാത്യുവിന്റെ ഭാര്യയുടെ ആങ്ങളുടെ മകളായിരുന്നു ജോളി ജോസഫ്. ആ ആഘോഷവേളയിലായിരുന്നു പൊന്നാമറ്റം തറവാട്ടിലെ മൂത്ത പുത്രൻ റോയ് തോമസുമായി ജോളി സൗഹൃദം ആരംഭിക്കുന്നത്. ആ സൗഹൃദം വളർന്ന് പ്രണയമാവാൻ അധിക നാൾ വേണ്ടി വന്നില്ല. കത്തുകളിലൂടെയും കാർഡുകളിലൂടെയും ജോളിയും റോയ് തോമസും ഏറെ അടുത്തു. ആ അടുപ്പം പതിയെ വിവാഹത്തിലേക്ക് അടുത്തു തുടങ്ങി. റോയിയുടെ അച്ഛന് അത് അത്ര താല്പര്യമില്ലായിരുന്നു. എന്നാൽ റോയിയുടെ നിർബന്ധത്തിന് വഴങ്ങിയും ജോളി PG 50% മാർക്കിൽ പാസ്സായ ഒരു വ്യക്തി എന്ന നിലയിലും ടോം തോമസ് വിവാഹത്തിന് അർദ്ധസമ്മതം മൂളുകയായിരുന്നു. അങ്ങനെ പൊന്നാമറ്റം തറവാടിന്റെ മുറ്റത്ത് ആദ്യമായി വിവാഹപ്പന്തലൊരുങ്ങി. ആഘോഷമായി തന്നെ ആ വിവാഹം നടന്നു. അങ്ങനെ ടോമിൻ്റെയും അന്നയുടെയും ഈ വലിയ തറവാട്ടിലേക്ക് ജോളി സ്വീകരിക്കപ്പെടുകയാണ്. അവർ വളരെ സന്തോഷത്തോടെ ജോളിയെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ജോളി അവിടെ ഒരു ജീവിതം തുടങ്ങുകയാണ്. ജോളി ഉദ്ദേശിച്ച അതേ രീതിയിലുള്ള ജീവിതമാണ് ജോളിക്ക് കിട്ടിയത്. വളരെ പ്രൗഢമായിട്ടുള്ള ജീവിതം, വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം. ഇതിനിടയ്ക്ക് ജോളി അവിടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോളി ഏറ്റവും നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ജോളി പെരുമാറിയുള്ളത്. അതുകൊണ്ട് തന്നെ ടോമിൻ്റെയും അന്നയുടെയും കുടുംബത്തിൽ നിന്ന് വളരെയധികം സ്വീകാര്യതയാണ്. മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്ത സ്വീകാര്യതയാണ് ജോളിക്ക് പിന്നീട് അങ്ങോട്ട് ലഭിക്കുന്നത്. അതിനിടയ്ക്ക് ജോളിയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നത്, ജോളിയുടെ അമ്മായിയായിട്ടുള്ള അന്ന അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അമ്മ നിരന്തരം ജോളിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജോളി M.Com വരെ പഠിച്ച കുട്ടിയാണ്, എന്തിനാണ് ഇങ്ങനെ വീട്ടിലിരുന്ന് സമയം കളയുന്നത്,
ജോളി എന്തെങ്കിലും ഒരു ജോലിക്ക് നോക്കണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോലി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ല ഗുണം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ അന്നമ്മ നിരന്തരം ജോളിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജോളിയെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1999 ജോളി പ്രഗ്നൻ്റ് ആവുകയാണ്. റെമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞുണ്ടാവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ജോളിയോട് അന്നമ്മ ജോലിക്ക് പോകേണ്ട കാര്യം തൽക്കാലത്തേക്ക് പറയുന്നുണ്ട്. ഈ റെമോയുടെ ജനനത്തിന് ശേഷം, റെമോ അത്യാവശ്യം വലുതായതിന് ശേഷം ഈ അന്നമ്മ വീണ്ടും ഈ പഴയ ചൊല്ല് തന്നെ ആവർത്തിക്കുകയാണ്. ജോലിക്ക് പോകണം, വെറുതെ വീട്ടിലിരുന്ന് സമയം കളയണ്ട എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോളി യഥാർത്ഥത്തിൽ M.Com വിദ്യാഭ്യാസം നേടിയ ആളല്ല, അത് നമുക്ക് പതിയെ മനസ്സിലാവും. അങ്ങനെ ജോലിയോട് നിരന്തരം ഈ ജോലിക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന പൊന്നമ്മ ഈ ജോലിക്ക് ദേഷ്യം ആവുകയാണ് പിന്നീട് അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാൽ ജോലിക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ നിരന്തരം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവളുടെ കള്ളത്തരങ്ങൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവൾ M.Com പാസ്സായിട്ടില്ല എന്ന് ഇത്രയും കാലം പറഞ്ഞ നുണകൾ ഇവിടെ പൊളിയാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ജോളിയുടെ മുന്നിൽ വന്ന ഒരു വിലങ്ങ് തടി, ജോളിയുടെ സ്വപ്നയാത്രയുടെ മുന്നിൽ വന്ന വിലങ്ങ് തടിയാണ് അന്നമ്മ. അങ്ങനെ അപ്രതീക്ഷിതമായി തൻ്റെ സ്വപ്നങ്ങൾ തകർക്കാൻ തൻ്റെ മുന്നിലൊരു വിലങ്ങ് തടിയായിട്ട് നിന്ന അന്നമ്മ എന്ന വയോധികയെ ആദ്യമായിട്ട് ആ ഒരു തടസ്സം, ആ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഒരു തടസ്സം ജോളി വളരെ സുന്ദരമായിട്ട് പുഷ്പം പോലെ എടുത്തു മാറ്റുകയാണ്. വർഷം 2002. പ്രഭാത ഭക്ഷണത്തിന്റെ തിരക്കിലായിരുന്നു പൊന്നാമറ്റം തറവാട്. കുടുംബത്തിലെ പെണ്ണുങ്ങളും ജോലിക്കാരുമെല്ലാം അടുക്കളയിൽ ഓടി നടക്കുന്ന നേരം ഗ്രഹനായിക അന്നമ്മയാകട്ടെ അടുക്കളയിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടു പോകുന്നു. കുറെ നേരമായിട്ടും അന്നമ്മയെ കാണാതായതുകൊണ്ട് വെറുതെ ഒന്ന് ചെന്ന് നോക്കിയ ഇളയ മകൾ രഞ്ജി കാല് നീട്ടി ജാലകത്തോട് ചേർന്നിരുന്ന് കരയുന്ന അന്നമ്മയെയാണ് കാണുന്നത്. കാര്യമറിയാതെ അന്തിച്ചു നിൽക്കുന്ന മകളോട് അന്നമ്മ വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞതിങ്ങനെയാണ്: ഞാൻ മരിക്കാൻ പോവുകയാണ്, എല്ലാവരോടും എൻ്റെ അടുത്തേക്ക് വരാൻ പറയൂ. വാക്കുകൾ തീരുന്നതിനു മുമ്പേ അന്നമ്മ ബെഡിലേക്ക് മറിഞ്ഞു വീണു. ശരീരമാസകലം ചോര നിറം പടരുന്നത് ചുറ്റുമുള്ളവർ കണ്ടു. വിറക്കുന്ന ശരീരത്തോടെ അന്നമ്മ ശ്വാസത്തിനായി പിടഞ്ഞു. പെട്ടെന്ന് തന്നെ ഡോക്ടർ എത്തിയെങ്കിലും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അന്നമ്മ എന്നേക്കുമായി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരുന്നു. പൊന്നാമറ്റം തറവാടിന്റെ വിളക്കിലെ ആദ്യ തിരികെടുത്തിക്കൊണ്ട് അന്നമ്മ യാത്രയായിരുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പൊന്നാമറ്റം തറവാട് മൂകമായി. നിത്യരോഗിയായ അന്നമ്മയുടെ മരണത്തിൽ ആർക്കും തന്നെ സംശയം തോന്നേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന അന്നമ്മയോട് ആർക്കും ദേഷ്യം തോന്നേണ്ട കാര്യവുമില്ല. പിന്നീട് അങ്ങോട്ട് ആ കുടുംബം കാണുന്നത് ജോളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ജോളി ഇതുവരെ പെരുമാറിയതുപോലെ ഒന്നുമല്ല പെരുമാറുന്നത്. ആ കുടുംബത്തിൻ്റെ, ആ വീടിൻ്റെ, ആ തറവാടിൻ്റെ ഉത്തരവാദിത്തം ഒറ്റ ദിവസം കൊണ്ട് ഏറ്റെടുക്കുകയാണ്. ജോളി വളരെ കൃത്യമായിട്ട് അന്നമ്മ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും അതിലും നല്ല രീതിയിൽ ജോളി സ്വയം ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ജോളി വല്ലാതെ അധികാരം അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നമ്മയുടെ മകളായിട്ടുള്ള, അതല്ലെങ്കിൽ ജോളിയുടെ ഭർത്താവിൻ്റെ അനുജത്തിയായിട്ടുള്ള റെജി വിൽസനൊക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. റെജി വിൽസനോട് ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. അന്നമ്മ മരിക്കുന്ന സമയത്ത് ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. റെജി വിൽസനൊന്നും അറിയാതെ റെജി വിൽസന് വേണ്ടിയിട്ട് കുറേ സ്വർണം അന്നമ്മ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പണം അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണവും സ്വർണവും എല്ലാം റെജി വിൽസന് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നമ്മയുടെ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജോളി ഡയറി എടുത്തിട്ട് റെജി വിൽസനോട് പറയുന്നുണ്ട്, റെജിക്ക് ഇനി ഈ വീട്ടിലുള്ള അധികാരം എന്ന് പറയുന്നത് ഈ സ്വർണം, അതുപോലെ ഈ ഒരു പണം, ഇത് ഞങ്ങൾ നൽകും. ഇതിലപ്പുറം ഈ വസ്തുക്കളിലോ ഈ സ്വത്തിലോ യാതൊരു അധികാരവും ഉണ്ടാവില്ല, അതല്ലെങ്കിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് റെജി വിൽസൺ പ്രതീക്ഷിച്ച് നിൽക്കുകയും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ റെജി വിൽസനുമായിട്ടൊരു ഒടക്ക് രീതിയിലായിരുന്നു പലപ്പോഴും പോയിരുന്നത്. എന്നാൽ പൊതുസമൂഹത്തിനിടക്ക് അല്ലെങ്കിൽ കുടുംബക്കാരുടെയൊക്കെ ഇടയ്ക്ക് വളരെ ഉത്തരവാദിത്ത ബോധമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു മരുമകളായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതിനിടയ്ക്ക് റെജി വിൽസൺ വീട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം ആർക്കും എടുത്തു കൊടുത്തപ്പോൾ വളരെ കർക്കശ്യത്തോടെ വാൺ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും ഒരാളും എടുത്ത് കൊടുക്കരുതെന്ന്. ജോളിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. ഇനി ഞാനാണ് ഇവിടെ അധികാരി എന്ന് പറയാതെ പറയുന്ന ഒരു രീതിയായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത്. അങ്ങനെ ജോളി ആ തറവാടിന്റെ പരമാധികാരം സ്വയം ഏറ്റെടുത്തു തുടങ്ങി. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ജോളിക്ക് ലഭിച്ചിരുന്ന സ്വീകാര്യത വർദ്ധിച്ചു. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സമൂഹം നൽകുന്ന പരിഗണന അമ്മായിയമ്മയായ അന്നമ്മയുടെ ജീവിതത്തിൽ നിന്നും ജോളി കണ്ടിരുന്നു.
അങ്ങനെയാണ് ജോളി NITയിൽ ഗസ്റ്റ് ലെക്ചർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനായുള്ള എല്ലാ പിന്തുണയും ജോളിക്ക് കുടുംബത്തിൽ നിന്നും ലഭിച്ചു. പതിയെ പതിയെ ജോളിക്ക് പരിഗണനകൾ കൂടി വന്നു. ജോളിയെ ചുറ്റുമുള്ളവരെല്ലാം അഭിനന്ദിച്ചു തുടങ്ങി. 2005-ലാണ് പൊന്നമറ്റം തറവാട്ടിലെ ഇളയ മകൾ റഞ്ജി വിവാഹിതയാകുന്നത്. വിവാഹത്തിന് ശേഷം റഞ്ജി കൊളംബോയിലേക്ക് താമസം മാറ്റി. ടോം തോമസ് മാനസികമായി വല്ലാത്ത ഏകാന്തത അനുഭവിച്ചു തുടങ്ങിയിരുന്നു ആ കാലത്ത്. മാത്രമല്ല ജോളിയുടെ കാര്യത്തിൽ ടോമിന് ചില സംശയങ്ങളും തോന്നി തുടങ്ങിയിരുന്നു. ആ സമയത്താണ് കഥയിലേക്ക് മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നത്. അതിനിടയ്ക്ക് മറ്റൊരു പുതിയ കഥാപാത്രം ഈ കുടുംബത്തിലേക്ക് വരികയാണ്. അയാളുടെ പേര് MS മാത്യു എന്നാണ്. MS മാത്യു അന്നമ്മയുടെ സഹോദരപുത്രനാണ്. MS മാത്യു ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. MS മാത്യുവും ജോളിയുമായിട്ട് വല്ലാത്ത അടുപ്പത്തിലാകുകയാണ്. അതല്ലെങ്കിൽ വല്ലാത്തൊരു സൗഹൃദം അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ നിരന്തരം ആവശ്യത്തിനും അനാവശ്യത്തിനും MS മാത്യു ഈ തറവാട് സന്ദർശിക്കുകയാണ്, അല്ലെങ്കിൽ ജോളിയെ നിരന്തരം കാണാനായിട്ട് വരികയാണ്. ഇത് അമ്മായിയപ്പനായിട്ടുള്ള ടോം തോമസിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ടോം തോമസ് കുറേയൊക്കെ ക്ഷമിക്കുന്നുണ്ട്. അതിനുശേഷം ടോം തോമസ് പതിയെ പതിയെ ചോദ്യം ചെയ്ത് തുടങ്ങുന്നുണ്ട് ജോളി. എന്താണ് നിങ്ങൾക്ക് ഇത്ര അധികം സംസാരിക്കാനുള്ളത്? എന്ത് ബന്ധമാണ് നിങ്ങൾ ഇത്ര അധികം ഉള്ളത്? ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ രീതിയിൽ വളരെയധികം നിരന്തരമായിട്ടും ജോളിയോട് ഈ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് തുടങ്ങുന്നുണ്ട്. ജോളിയുടെ കാര്യത്തിൽ ടോമിന് സംശയങ്ങൾ ഉണ്ട്. അത് മക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. 2 മക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നിരന്തരം. ജോളി ഒരു സ്ഥലത്തേക്ക് പറഞ്ഞിട്ട് പോകുന്നു, മറ്റൊരു സ്ഥലത്തു നിന്നാണ് ജോളിയെ കാണുന്നത്. അതുമാതിരി പല നുണകൾ പറയുന്നു. നുണകൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഉരുണ്ട് കളിക്കുന്നു. വളരെ മാറി നിന്നിട്ട് പറമ്പിലൊക്കെ പോയി നിന്നിട്ട് കുറേ നേരം ഫോണിൽ സംസാരിക്കുന്നു. കാരണം ഇതെല്ലാം കൂടി, ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ ടോമിന് അറിയുന്നുമില്ല. ഇതെല്ലാം കൂടി ടോം വല്ലാതെ അസ്വസ്ഥനായെന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് നിരന്തരം ജോളിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജോളിയുടെ സുഗമമായിട്ടുള്ള ജീവിതം ഇങ്ങനെ വീണ്ടും പടുത്ത് ഉയർത്തി വരുമ്പോൾ അതിനിടയ്ക്ക് വലിയൊരു വെട്ട് തടിയായിട്ട്, അല്ലെങ്കിൽ വിലങ്ങ് തടിയായിട്ട് ടോം എന്ന അമ്മായച്ചന് വരികയാണ്. അപ്പോൾ ഈ സുഗമമായിട്ടുള്ള യാത്ര തുടരേണ്ടതുണ്ട് ജോളിക്ക്. അതുകൊണ്ട് ഈ വിലങ്ങ് തടിയെ കൂടി അങ്ങ് തീർത്ത് കളയാൻ ജോളി തീരുമാനിക്കുകയാണ്. വർഷം 2008. ദിവസേന മഷ്റൂം ടാബ്ലറ്റ് കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു ടോം തോമസിന്. ജോളി അന്ന് രാത്രിയും മഷ്റൂം ടാബ്ലറ്റ് എടുത്ത് ടോമിന് കൊടുത്തു. ടാബ്ലറ്റ് കഴിച്ചതും പരവശനായി ടോം വാഷ് ബേസിനടുത്തേക്ക് വെച്ചു നടന്നു. ഒടുവിൽ അവിടെ ബോധമറ്റ് തളർന്നു വീണു. വളരെ നേരം കഴിഞ്ഞാണ് ജോളി ഈ വിവരം അയൽവാസികളെ അറിയിക്കുന്നത്. അയൽവാസികൾ ഓട്ടോയുമായി വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്നാണ് ജോളി അന്ന് എല്ലാവരോടും പറഞ്ഞത്. ആർക്കും തന്നെ സംശയം തോന്നിയില്ല. മരണാനന്തര ചടങ്ങിൽ നിയന്ത്രണം വിട്ട് കരയുന്ന ജോളിയെയാണ് അവിടെ കൂടിയ ആളുകൾ പിന്നീട് കണ്ടത്. ഈ ഒരു മരണത്തോടുകൂടിയും ആദ്യം അന്നമ്മയുടെ മരണത്തിൽ ഉണ്ടായ പോലെ വീണ്ടും വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. മുഴുവൻ നിയന്ത്രണവും, ഈ കുടുംബത്തിൻ്റെ, ഈ തറവാടിൻ്റെ മുഴുവൻ നിയന്ത്രണവും വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാണ് ജോളി. അങ്ങനെ കാര്യങ്ങൾ പിന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ആ കുടുംബം 2 വർഷത്തോളം വളരെ സമാധാനത്തോടെയാണ് പോകുന്നത്. അതിനിടയ്ക്കാണ് റെനോൾഡ് എന്ന് പറയുന്ന 2ാമത്തെ കുഞ്ഞ് ജോളിക്ക് പിറക്കുന്നത്. ഇതിനിടയ്ക്ക് ഭർത്താവ് റോയിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം വിള്ളലുകൾ വരുന്നുണ്ട്. ഇവർ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാത്യുവുമായിട്ടുള്ള ഈ സൗഹൃദം തുടരെ റോയ് ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ ഒരു തർക്കത്തിലേർപ്പെട്ടിട്ടുണ്ട്, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് വളരെ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു കുടുംബത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വല്ലാത്ത അകൽച്ചകൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്കിടയിൽ. ഇതിനിടയ്ക്ക് താൻ റോയിയെ ഡൈവോഴ്സ് ചെയ്യുകയാണെന്ന് അനുജത്തിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബക്കാരെ വിളിച്ച് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊരു നാടകീയ സംഭവം കൂടി ഉണ്ട്. ഈ ജോളിയെ എനിക്ക് കൊടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിച്ച മറ്റൊരു വിൽപ്പത്രത്തിൻ്റെ കഥ കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ജോളിയും ഭർത്താവായിട്ടുള്ള റോയും കൂടി ഒരു ദിവസം ഇവരുടെ അനുജത്തിയെയും അനിയനെയൊക്കെ വന്നിട്ട് കാണുന്നുണ്ട് റോയിലെ. ആ ഒരു വിൽപ്പത്രം കാണിച്ചിട്ടാണ്, അച്ഛനെഴുതിയ വിൽപ്പത്രമാണെന്ന് പറഞ്ഞിട്ട് ആണ് വരുന്നത്. റോയിയുടെ പേരിലേക്ക്, അല്ലെങ്കിൽ റോയിയുടെയും ജോളിയുടെയും പേരിലേക്ക് ഈ സ്വത്ത് മുഴുവനും അച്ഛൻ വില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്
ഈ ഒരു വിൽപ്പത്രത്തിൻ്റെ കോപ്പിയുമായിട്ട് ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഈ ഒരു വിൽപ്പത്രത്തിൻ്റെ കോപ്പി ഇവർ സൂക്ഷിച്ചു വെക്കുകയാണ്. അതിൽ സ്റ്റാമ്പ് പേപ്പറിലല്ല അത് ചെയ്തിട്ടുള്ളത്. അന്നേ അവർ ചോദ്യം ചെയ്തിരുന്നു. സ്റ്റാമ്പ് പേപ്പറിലല്ല, സാക്ഷികളില്ല, ഒപ്പുകളില്ല, ഒരു ഡിസോർഡർ ആയിട്ടുള്ളൊരു ഫേക്ക് വിൽപ്പത്രമായിട്ട് അന്നേ ഇവർക്കത് സംശയം തോന്നിയിരുന്നു. അത് കാരണം ആ ഒരു വിൽപ്പത്രം ഇവർ സൂക്ഷിച്ച് വെക്കുകയാണ്. വർഷം 2011. അന്ന് നേരത്തെ തന്നെ 2 മക്കൾക്കും ഡിന്നർ കൊടുത്ത് മുകളിലെ മുറിയിൽ കൊണ്ടു കിടത്തി. 8 മണിയോടടുത്ത നേരം ജോളി താഴേക്കിറങ്ങി വന്ന് ഭർത്താവായ റോയിക്ക് ഏറെ ഇഷ്ടമുള്ള ചോറും കടലക്കറിയും ടേബിളിൽ ഉണ്ടാക്കി വെച്ചു. വീട്ടിലേക്ക് വന്ന റോയ് അന്ന് പതിവിലും സന്തോഷവാനായിരുന്നു. മുകളിലേക്ക് കയറി മക്കളെ കണ്ട റോയ് അതിനുശേഷം ഭക്ഷണം കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ തന്നെ അസ്വസ്ഥത തോന്നിയ റോയ് ബാത്റൂമിലേക്ക് കയറി കതകടച്ചു. ഒടുവിൽ അവിടെ തന്നെ മരിച്ചു വീണു. ബാത്റൂമിന്റെ ലോക്ക് തകർത്ത് റോയിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം ഏറെ മുന്നേ തന്നെ മരിച്ചിരുന്നു. പാതിയുറക്കത്തിൽ കണ്ണു തുറന്നു നോക്കിയ റോയിയുടെ മൂത്ത മകൻ കാണുന്നത് മെഴുകുതിരി വെട്ടത്തിൽ വെള്ള പുതച്ചു കിടക്കുന്ന അച്ഛന്റെ നിശ്ചല രൂപമായിരുന്നു. ഈ മരണം കൂടിയായതോടെ ചിലർക്കെല്ലാം ചില സംശയങ്ങൾ വന്നു തുടങ്ങി. റോയിയുടെ അമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയായിരുന്നു റോയിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ജോളി എതിർത്തെങ്കിലും മഞ്ചാടി മാത്യു നിർബന്ധപൂർവ്വം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും മരണത്തിന്മേൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ വളരെ വ്യക്തമായി തന്നെ സയനൈഡിന്റെ അംശം കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിരുന്നു. റോയിക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടെന്നും അതുമൂലം റോയ് ആത്മഹത്യ ചെയ്തുവെന്നുമായിരുന്നു ജോളിയുടെ വിശദീകരണം. അങ്ങനെ തൽക്കാലത്തേക്കെങ്കിലും റോയ് കേസ് അവിടെ അവസാനിച്ചു. അങ്ങനെ കുടുംബം വീണ്ടും ചുരുങ്ങുകയാണ്. കുടുംബം 3 ജോളി വീണ്ടും ഒതുങ്ങിയിരിക്കാനൊന്നും തീരുമാനിച്ചിരുന്നില്ല. ജോളി ആ വിൽപ്പത്രം വീണ്ടും കൊണ്ടുവരികയാണ്. അന്നില്ല എന്ന് ഇവർ ആക്ഷേപിച്ചിരുന്ന എല്ലാം ഉണ്ട്. അതേ വിൽപ്പത്രമാണ്. അതേ വിൽപ്പത്രത്തിൽ സാക്ഷികളുണ്ട്, സ്റ്റാമ്പുകളുണ്ട്, വേണ്ട സ്ഥലത്തൊക്കെ സിഗ്നേച്ചറും ഉണ്ട്. അങ്ങനെ ജോളിയുടെ പേരിൽ ഈ തറവാട് മുഴുവൻ മാറ്റാനുള്ള വിൽപ്പത്രമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരികയാണ്. പക്ഷേ ഈ 2 മക്കൾ തീർച്ചയായിട്ടും അതിന് വിട്ടുകൊടുത്തില്ല. അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അവർ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് അച്ഛൻ്റെ പേരിലേക്ക് തന്നെ അത് തിരിച്ച് മാറ്റുകയാണ്. ആ സ്വത്തുകൾ മുഴുവൻ മരിച്ചുപോയ ടോമിൻ്റെ പേരിലേക്ക് തന്നെ തിരിച്ച് മാറ്റുകയാണ്. തൽക്കാലം ജോളിയും മക്കളും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. മറ്റൊരു ലീഗൽ പ്രൊസീജിയറിനോ അല്ലെങ്കിൽ കേസിനോ വേണ്ടിയിട്ട് ഇവർ മുതിരുന്നില്ല. ഈ 2 മക്കളെ ആലോചിച്ച് ഇവരെങ്ങാനും ജയിലിൽ പോയാൽ ഈ 2 മക്കളുടെ കാര്യം വളരെ ശോകമായിരിക്കുമെന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ 2 മക്കളും, ടോമിൻ്റെ 2 മക്കളും ജോളിക്കെതിരെ മറ്റ് കേസുകളൊന്നും ഫയൽ ചെയ്യുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധിച്ച അമ്മാവൻ മഞ്ചാടി മാത്യുവിന് ജോളിയുടെ മേൽ പലവിധ സംശയങ്ങളുണ്ടായിരുന്നു. റോയിയുടെ മരണത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത ദുരൂഹതകൾ ബാക്കിയായി. ഈ വിഷയം അദ്ദേഹം കുടുംബത്തിലും പുറത്തും നിരന്തരം സംസാരിച്ചു തുടങ്ങി. മാത്രമല്ല ഇദ്ദേഹം പൊന്നാമറ്റം തറവാട് നിരന്തരം സന്ദർശിക്കുകയും അതിലൂടെ ജോളിക്ക് MS മാത്യുവുമായുള്ള വഴിവിട്ട ബന്ധം അറിയാനുമിടയായി. ഇതേ തുടർന്ന് ഈ വിഷയം ജോളിയുമായി സംസാരിക്കുകയും ചെറിയ വാക്കുതർക്കത്തിൽ അത് എത്തി നിൽക്കുകയും ചെയ്തു. മഞ്ചാടി മാത്യുവിന്റെ ഈ വിധമുള്ള ഇടപെടലുകൾ ജോളിയെ വല്ലാതെ അസ്വസ്ഥയാക്കി. തന്റെ പുതിയ ശത്രുവിനെ ഇല്ലാതാക്കാൻ ജോളി തക്കം നോക്കിയിരുന്നു. ഒരു ദിവസം കൂടത്തായി കേൾക്കുന്നത് മഞ്ചാടി മാത്യുവിന്റെ മരണവാർത്തയാണ്. സമാന സാഹചര്യത്തിൽ തന്നെയാണ് മാത്യുവും മരിച്ചു വീണത്. മാത്യുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ച ജോളി തന്നെയാണ് ഈ മരണവാർത്ത ബന്ധുക്കളെ വിളിച്ചു പറയുന്നത്.
വളരെ കാലം എടുത്തുകൊണ്ടാണ് ജോളിയുടെ ഈ കൊലപാതകങ്ങൾ അത്രയും ചെയ്യുന്നത്. അതിന് ഓരോ കൊലപാതകങ്ങൾക്കിടയിലും അതിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. ആദ്യത്തെ കൊലപാതകം മുതൽ രണ്ടാമത്തെ കൊലപാതകം വരെ 6 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം 5 വർഷമാണ്, അതിനുശേഷം 3 വർഷമാണ്. അങ്ങനെ ആ ഒരു ഗ്രാജ്വലി അത് കുറഞ്ഞു വരുന്നുണ്ട്. ഈ എടുക്കുന്ന വലിയ കാലയളവ് ജോളിയോടുള്ള സംശയങ്ങൾ തേച്ചു മായ്ച്ച് പോവാനും അല്ലെങ്കിൽ തെളിവുകൾ നശിക്കപ്പെടാനും ജോളിക്ക് വീണ്ടും സുഗമമായിട്ട് ജീവിക്കാനുമുള്ള പാത ഒരുക്കുന്നുണ്ട്. ജോളിയുടെ ഈ ക്രൂര ജീവിതം പിന്നീടും അവസാനിക്കുന്നില്ല. ജോളിയുടെ ചരിത്രം തുടരുകയാണ്, അത് അവസാനിക്കുന്നില്ല. ജോളിയുടെ ബാക്കി കഥയുമായിട്ട്